ഹരിക്കുമ്പോൾ ചിഹ്നം ഒരു പ്രശ്നമാകാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. ഡിവിഷൻ റൂൾ അനുസരിച്ച് രണ്ട് പോസിറ്റീവ് സംഖ്യകളെയാണ് നമ്മൾ ഹരിക്കുന്നതെങ്കിൽ ഉത്തരം പോസിറ്റീവായിട്ട് തന്നെയായിരിക്കും വരുന്നത്. അതിന് എക്സാമ്പിൾ 25/5 സമം ഉത്തരം നമുക്ക് 5. അതായത് രണ്ട് പോസിറ്റീവ് സംഖ്യകൾ ഹരിച്ച് ഉത്തരം പോസിറ്റീവിൽ തന്നെയാണ് കിട്ടുന്നത്. ഇനി അടുത്തത് രണ്ട് നെഗറ്റീവ് സംഖ്യകളാണ് ഹരിക്കുന്നതെങ്കിൽ ഉത്തരം പോസിറ്റീവിലായിരിക്കും ലഭിക്കുന്നത്. നമുക്ക് നോക്കാം. -25 ഡിവൈഡഡ് ബൈ -5. -25നെ -5 കൊണ്ട് ഹരിച്ചാൽ ഉത്തരം എന്തായിരിക്കും? നമ്മൾ സംഖ്യ ആദ്യം ഒന്ന് ഹരിക്കുക. സംഖ്യ ഹരിക്കുമ്പോൾ ഉത്തരം 5 ആണ് കിട്ടുന്നത്. ഇനി രണ്ട് മൈനസുകൾ തമ്മിൽ ഹരിക്കുകയാണെങ്കിൽ ഉത്തരം പോസിറ്റീവിലായിരിക്കും എന്ന റൂൾ അനുസരിച്ച് ഉത്തരം നമുക്ക് +5 ആയിരിക്കും വരുന്നത്. ഈ കാര്യം ഓർത്തിരിക്കുക. രണ്ട് നെഗറ്റീവ് സംഖ്യകളെ ഹരിച്ചാൽ ഉത്തരം പോസിറ്റീവിലായിരിക്കും വരുന്നത്. അടുത്തത് ഒന്ന് പോസിറ്റീവും ഒന്ന് നെഗറ്റീവും ആണെങ്കിൽ തീർച്ചയായിട്ടും ഉത്തരം എന്തായിരിക്കും? നെഗറ്റീവിലായിരിക്കും. ഈ രണ്ട് കാര്യം ഒന്നിച്ചൊന്ന് പഠിച്ചു വെക്കുക. അങ്ങനെയാണെങ്കിൽ 25/-5 ഉത്തരം എന്തായിരിക്കും? സംഖ്യകൾ ആദ്യം ഡിവിഷൻ ചെയ്താൽ ഉത്തരം കിട്ടുന്നത് 5 എന്നാണ്. പിന്നെ ഒരു പ്ലസ് ഒരു മൈനസും ആണെങ്കിൽ നമുക്ക് ഇവിടെ മൈനസിലായിരിക്കും ഉത്തരം വരുന്നത്. അപ്പൊ -5 ആയിരിക്കും ഇവിടുത്തെ ഉത്തരം. തിരിച്ച് -25/5 എന്നാണെങ്കിലോ ഇത് മൈനസ് ഇത് പ്ലസ് ആയിരിക്കും. എങ്കിലും ഉത്തരം വരുന്നത് 25/5 എപ്പോഴും 5 ആയിരിക്കും. ഇവിടെ ഒരു മൈനസ് ഒരു പ്ലസ് വേണ്ട ഉത്തരം മൈനസിലായിരിക്കും. അപ്പൊ ഇവിടെ വരുന്നത് -5 ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഒരേ സൈനാണ് ഡിവിഷൻ ചെയ്യുന്നതെങ്കിൽ പ്ലസിലായിരിക്കും വരുന്നത്. വ്യത്യസ്ത ചിഹ്നങ്ങളാണ് ഡിവിഷൻ ചെയ്യുന്നതെങ്കിൽ ഉത്തരം വരുന്നത് മൈനസിലായിരിക്കും. സംഖ്യകൾ ആദ്യം ഡിവിഷൻ ചെയ്തതിനു ശേഷം പിന്നെ സൈനിന്റെ കാര്യം നോക്കിയാൽ മതി. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് ഉത്തരം കിട്ടും.